ഹലോ ഗായ്സ്, എല്ലാവർക്കും ചെസ് ഫോർ ബിഗിനേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ആദ്യത്തെ ചാനലാണ്. അപ്പോൾ നമ്മൾ ബിഗിനേഴ്സ് തൊട്ട് അഡ്വാൻസ് മുതൽ വരെയാണ് വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ജിയാക്കോ പിയാനോയിലെ ട്രാപ്സിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം E4, E5, നെറ്റ് F3, നെറ്റ് C6, ബിഷപ്പ് C4, ബിഷപ്പ് C5. ഇതാണ് ജിയാക്കോ പിയാനോ, ഇവിടെ കാണാം. അപ്പോൾ നമ്മൾ ഇത് മെയിൻ ലൈനിലോട്ടാണ് കളിക്കേണ്ടത്. അപ്പോൾ നൈറ്റ് F6, D4, E into D4, C into D4. അപ്പോൾ നമുക്ക് ബിഷപ്പ് ബാക്കോട്ടും കളിക്കാം. പക്ഷേ ഇങ്ങോട്ട് കളിച്ചാൽ ഇവിടെ ബ്ലാക്കിന് ഡിസഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ ഈ ചെക്ക് ഇടുവായിരിക്കും. കോമൺലി ഇതാണ് എല്ലാവരും കളിക്കുന്നത്. അപ്പോൾ നമ്മൾ നൈറ്റ് F3 C3 കളിച്ചുകൊണ്ട് അത് ബ്ലോക്ക് ചെയ്യണം. അപ്പോൾ ഈ പോണിനെ അവർ വെട്ടും, കാരണം ഇത് പിന്നാണ്, വെട്ടാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഈ പിൻ മാറ്റി ക്യാൻസൽ ചെയ്യണം. അപ്പോൾ അവർ ഇതിനെ വെട്ടും. നമ്മൾ വെട്ടുമ്പോൾ ഇതിനെ വെട്ടി പോൺ ഡൗൺ ആക്കാൻ അവർ നോക്കും, റൂക്കിനെ അറ്റാക്ക് ചെയ്ത്. പക്ഷേ ഇവിടെ നമ്മൾ കളിക്കേണ്ടത് ബിഷപ്പ് A3 ആണ്. ഇതാണ് ഇവിടുത്തെ ട്രാപ്പിലോട്ട് കിടക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് പെട്ടെന്ന് കയറി ഇതിനെ വെട്ടുവാണെങ്കിൽ നമുക്ക് റൂക്ക് E1 കൊണ്ടൊന്ന് ചെക്ക് ഇടാം. ഇവിടെ നൈറ്റ് ഇട്ടും നോക്കിയാനേ പറ്റത്തുള്ളൂ. കിങ്ങിന് സ്കോറൊന്നും ഇല്ല, ബിഷപ്പ് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ക്യൂനിട്ട് ലോക്ക് ചെയ്യുവാണെങ്കിൽ ക്യൂനെ കിട്ടും. അപ്പോൾ ബ്ലാക്ക് നൈറ്റ് ഇട്ട് വെട്ടും. നമ്മൾ റൂക്കിട്ട് വെട്ടണം. ക്യൂനിട്ട് വെട്ടുവാണെങ്കിൽ ക്യൂനെ കിട്ടും. അതുകൊണ്ട് കിങ് മാറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ വെട്ടി മെയ്റ്റ് 2 ആണ്. ഇവിടെ ഇത് കളിക്കുകയാണെങ്കിൽ മെയ്റ്റ്, ഇത് തന്നെ കളിക്കുകയാണെങ്കിൽ ഇത് മെയ്റ്റ്. ഇതാണ് ഫസ്റ്റത്തെ ട്രാപ്പ്. ഇനി നമ്മൾ അടുത്ത ട്രാപ്പിലോട്ട് കിടക്കാം. ഇവിടെ അവർ ഇത് കളിക്കുകയാണെങ്കിൽ നമ്മൾ നൈറ്റ് C3 കളിക്കണം. അപ്പോൾ അവർ ഇത് പിന്നിങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇതിനെ വെട്ടുവാണെങ്കിൽ അവർക്ക് ഇതിനെ വെട്ടാം. അപ്പോൾ നമുക്ക് ഇതിനെ വെട്ടാൻ സാധിക്കില്ല, അവർക്ക് സപ്പോർട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് കളിക്കണം. അപ്പോൾ ബിഷപ്പ് ഈ പിൻ നിലനിർത്തിക്കൊണ്ട് ബിഷപ്പ് H5 കളിക്കുകയാണെങ്കിൽ നമ്മൾ ഇത് നൈറ്റ് ഇൻറ്റു E5 കളിക്കണം. അപ്പോൾ ഇവിടെ അവർ ക്യൂനെ വെട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ മെയ്റ്റ് ആക്കാൻ സാധിക്കും. കിങ്ങിന് സ്ക്വയറൊന്നുമില്ല. അപ്പോൾ ഇതാണ് സെക്കൻഡ് ട്രാപ്പ്. ഇനി അടുത്ത ട്രാപ്പിലേക്ക് പോവാം. ഇവിടെ അവർ നൈറ്റ് ഇങ്ങനെ കളിക്കണം. ഇത് ബ്ലാക്കിന് അനുകൂലമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഫുള്ള് ഫ്ലിപ്പ് ബോർഡ് ചെയ്യാം. നമ്മൾ ഇത് കളിക്കും. അപ്പോൾ വൈറ്റ് ഇതിനെ ഈ പോണിനെ വെട്ടുകയാണെങ്കിൽ അടുത്ത ഇതുണ്ട്, ഫോർക്കാണ്, കിങ്ങും വീഴും. അപ്പോൾ നമുക്ക് തടയാൻ പറ്റും. പക്ഷേ നമ്മളിവിടെ കളിക്കേണ്ടത് ക്യൂൻ ഇതാണ്. അപ്പോൾ വെട്ടുകയാണെങ്കിൽ നമുക്ക് ഈ പോണിനെ വെട്ടാം. അപ്പോൾ നമ്മുടെ റൂക്കിനെ വെട്ടുകയാണെങ്കിൽ അവൻ്റെ വൈറ്റിൻ്റെ റൂക്കും പോവും. അപ്പോൾ റൂക്ക് ഇത് കളിക്കും, കാരണം നമ്മുടെ റൂക്കിന് അനങ്ങാൻ സ്കോറില്ലാത്തതുകൊണ്ട് ട്രാപ്പാണ്. അപ്പോൾ ഈ റൂക്കിനെ രക്ഷിച്ചിട്ട് ഈ റൂക്കിനെ വെട്ടാമെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ഇതിനെ വെട്ടണം. ഇവിടെ ക്യൂനിട്ട് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ക്യൂനെ കിട്ടും. അപ്പോൾ ബിഷപ്പിട്ട് ബ്ലോക്ക് ചെയ്യുമ്പോൾ ഇതാണ് മെയ്റ്റ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ട്രാപ്പുകൾ. അപ്പോൾ ഇനി അടുത്ത ഓപ്പണിങ് അങ്ങനെ കുറേ അഡ്വാൻസ് വരെ നമ്മൾ ക്ലാസ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.